നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സംബാലിലെ ഷാഹി ജുമാ മസ്ജിദിന്റെ പ്രവേശന കവാടത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ കിണറുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി തുടരാൻ സുപ്രീം കോടതി ഉത്തരവ്. കോടതിയുടെ അനുമതിയില്ലാതെ പൂജ ഉൾപ്പെടെ ഒരു നടപടിയും സ്വീകരിക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജീവ് കുമാറും അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് ഉത്തരവിട്ടു. 2 ആഴ്ചക്കകം തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികാരികളോട് കോടതി നിർദ്ദേശിച്ചു. 2024 നവംബർ 19 സംബാൽ സീനിയർ ഡിവിഷണൽ സിവിൽ ജഡ്ജിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഷാഹി ജുമാ മസ്ജിദിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഹർജി സമർപ്പിച്ചത്. സർവേ അക്രമത്തിലേക്കും ശിവാനിയിലേക്കും നയിച്ചെന്നും സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും ഹർജിക്കാരൻ വാദിച്ചു. മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹുസൈഫ അഹമ്മദി കിണറിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് കോടതിയെ ബോധിപ്പിച്ചു. മുസ്ലിം വിശ്വാസികൾ പണ്ടുമുതലേ കിണറിൽ നിന്ന് വെള്ളമെടുക്കുന്നതും ഇപ്പോൾ മസ്ജിദിനെ ഹരിമന്ദിർ എന്ന് പരാമർശിച്ച് അവിടെ മതപരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതി അവസാനിപ്പിക്കണമെന്നും അഹമ്മദി വാദിച്ചു. തുടർന്നാണ് അത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല, തൽസ്ഥിതി റിപ്പോർട്ട് ഫയൽ ചെയ്യാനും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉത്തരവിട്ടത്. കിണർ പള്ളിയുടെ പരിധിക്ക് പുറത്താണെന്നും ചരിത്രപരമായ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നതാണെന്നും ഹിന്ദു പക്ഷത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു. കിണർ ഭാഗികമായി മസ്ജിദ് പരിസരത്താണെന്ന അവകാശവാദത്തെ പിന്തുണയ്ക്കാൻ ഗൂഗിൾ മാപ്സ് ചിത്രം ഉദ്ധരിച്ച് അഹമ്മദി വാദിച്ചു. മസ്ജിദിന്റെ കവാടത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ കിണറിന്റെ കാര്യത്തിൽ തൽസ്ഥിതി നിലനിർത്തുന്നുവെന്നും അക്കാര്യം സംബന്ധിച്ച് കൃത്യമായ അനുമതിയില്ലാതെ തുടർ നടപടികൾ സ്വീകരിക്കരുതെന്നും ഉറപ്പുവരുത്താൻ ജില്ലാ മജിസ്ട്രേറ്റിന് ഉചിതമായ നിർദ്ദേശം നൽകാനും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു.